ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇംഗ്ലീഷാണ്. PSC ബുള്ളറ്റിൻ ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മായ ഡാഷ് മോസ്റ്റ് ഓഫ് ദ പ്രൈസസ്. ഇവിടുത്തെ ആൻസർ ക്യാരിഡ് ഓഫ് എന്നാണ്. ക്യാരിഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ സംതിങ്, അതായത് കരസ്ഥമാക്കുക എന്നാണ്. ക്യാരിഡ് ഓഫ് മീൻസ് വിൻ. ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക എന്നിട്ടാണ്. ക്യാരിഡ് ഓൺ മീൻസ് കണ്ടിന്യൂ. ക്യാരിഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിസിറ്റ് ബ്രീഫ്ലി, അതായത് ഷോർട്ടായിട്ടൊന്ന് സന്ദർശിക്കുക. ക്യാരിഡ് ഔട്ട്, നമ്മളൊരു കാര്യങ്ങളൊക്കെ നിർവഹിച്ചു എന്നൊക്കെ പറയത്തില്ലേ, നിർവഹിക്കുക. അപ്പം ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ക്യാരിഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ സംതിങ് ആണ്, എന്തോ ഒരു കാര്യം നേടി. ക്യാരിഡ് ബൈ വിസിറ്റ് ബ്രീഫ്ലി എന്നിട്ടാണ് ക്യാരിഡ് ഔട്ട് നിർവഹിക്കുക. വൺ വേർഡ് substitute for a child who stays away from school without permission. Answer is option B, prevent എന്നിട്ടാണ്. അതായത് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്ത കുട്ടി എന്നാണ് അർത്ഥം വരുന്നത്. ടേൺ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം പോലെ ആള്, ഓന്തം സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, രൂപം മാറുന്നതാണ് ടേൺ കോട്ട്. വേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരമൊക്കെ നിഷേധിക്കുന്നവൻ, മാംസാഹാര നിഷേധി. ടയാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിച്ചൊക്കെ സംസാരിക്കുക, അധിക്ഷേപം. എ ചൈൽഡ് ഹൂ സ്റ്റേസ് അവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് പെർമിഷൻ, ട്രുവൻ, TRUAND എന്ന് പഠിച്ചു വെക്കാം. ദ വില്ലേജർ വാസ് അറ്റാക്ഡ് ബൈ ഡാഷ് ഡോഗ്സ്. ഇവിടെ എന്താണ്? കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പാക്ക് ആണ്, പാക്ക് ഓഫ് ഡോഗ്സ്. അടുത്തത് ദ ടീച്ചർ ആസ്ക്ഡ് ഹിമ വാട്ട്. ഓപ്ഷൻ എ ആണ്, ഷീ വാസ് ഡൂയിങ് എന്നാണ്. ദ ടീച്ചർ ആസ്ക്ഡ് ഹിമ വാട്ട് ഷീ വാസ് ഡൂയിങ്. ഇപ്പൊ ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനെ സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് മാറ്റണം. സോ ഷീ വാസ് ഡൂയിങ് എന്നതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. സബ്ജക്റ്റ് വന്നതിന് ശേഷം വെർബ് വരിക, അതാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്നത്. അടുത്ത യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡെന്റിസ്റ്റ്. ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, കൺസൾട്ട് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹാർഡ് ബെറ്റർ കൺസൾട്ട്. ഹാർഡ് ബെറ്ററിന് ശേഷം എന്താണ് വേണ്ടത്? ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ടു ഒന്നും ചേർക്കത്തില്ല, ING ഒന്നും ചേർക്കാത്ത ഫോമാണ് ഹാർഡ് ബെറ്ററിന് ശേഷം വരേണ്ടത്. ജസ്റ്റ് V1 ഫോം മാത്രം. മിസ്റ്റർ ജയറാം ഡാഷ് അവർ പ്രിൻസിപ്പൽ സിൻസ് 2020. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. സിൻസും ഫോറും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോകണം. ഹാസ് ബീൻ അവർ പ്രിൻസിപ്പൽ സിൻസ് 2020. ഹെയർ പെയിന്റിംഗ് ഈസ് ദ ഡാഷ് ഐ ഹാവ് എവർ സീൻ. ഏതാണ് വരേണ്ടത്? ദി ആണ് വന്നിരിക്കുന്നത്. സോ വേഴ്സ്റ്റ് എന്നിട്ടുള്ളത് വേണം, സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൗ ഷീ ക്യാൻ പ്ലേ ദ വയലിൻ. സ്കിൽഫുൾ, ഗുഡ്, ബെസ്റ്റ്, മോർ സ്കിൽഫുള്ളി. ഇത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോർ സ്കിൽഫുള്ളി. നൗ ഷീ ക്യാൻ പ്ലേ ദ വയലിൻ. അപ്പം ഈ സ്കിൽഫുൾ ആയാലും ഗുഡ് ആയാലും ബെസ്റ്റ് ആയാലും എല്ലാം ആഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആഡ്വർബ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് മോർ സ്കിൽഫുള്ളി എന്നിട്ടുള്ള കാര്യം ഇവിടെ എടുക്കേണ്ടി വന്നത്. സ്കിൽഫുൾ, ഗുഡ്, ബെസ്റ്റ് എന്നൊക്കെ ഉള്ളത് നാമവിശേഷണം ആണ്. അപ്പൊ ഇവിടെ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ്വർബിലേക്ക് വരണമെങ്കിൽ ഓപ്ഷൻ ഡി ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ.
The train dash by the time we reach the station. ഓപ്ഷൻ ബി, ബൈ ദ ടൈം ആണ് വന്നിരിക്കുന്നത്. വിൽ ഹാവ് ലെഫ്റ്റ്. ബൈ ദ ടൈം എന്നീ ടൈം വേർഡ്സ് ഒക്കെ ഉള്ള ടൈമിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, അതായത് വിൽ ഓർ ഷാളിന്റെ കൂടെ ഹാവ് പ്ലസ് V3 ഫോം ആണ് ബൈ ദ ടൈം ഉള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വില്ല് ഓർ ഷാള് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ആണ് ബൈ ദ ടൈം ഒക്കെ ഉള്ള സെന്റൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഒഡിയസ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേറ്റ്ഫുൾ എന്നിട്ടാണ്. ഹേറ്റ്ഫുൾ. അടുത്തത് ഹി ഗേവ്സ് മീ എ ഡാഷ് 1 rupee നോട്ട്. യൂസ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 1 ആണ് വന്നിരിക്കുന്നത്. സോ ഏതാണ്? ഇത് നമ്മൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ ആണ്. ക മുതൽ ഉള്ള അക്ഷരങ്ങൾ വരുന്ന സമയത്ത് ഏത് വരണം? പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ആൻ യൂസ് ചെയ്യത്തില്ല, പകരം എ യൂസ് ചെയ്യണം. അടുത്തത് പ്ലീസ് ലെറ്റ് us see the principal. Add the appropriate question tag. ഏത് വരും? ഓപ്ഷൻ ഡി, will you വരും. will you. പ്ലീസ് ലെറ്റ് us see the principal. അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഇമ്പറേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയാലും കൊള്ളാം, നെഗറ്റീവ് ആയാലും കൊള്ളാം. ഇതിന്റെ ടാഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് will you എന്നാണ്. will you. ഓക്കെ. her life is filled dash problems with. his life is filled with. fill with എന്ന് പറയും. അതുപോലെ തന്നെ fill with എന്ന് പറഞ്ഞാൽ നിറയുക എന്നാണ്. നിറയുക. fill in എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഫോഴ്സ്ഫുള്ളി നിറയ്ക്കുക. പ്രയോജക ക്രിയ. fill up എന്ന് പറഞ്ഞാൽ എന്താണ്? പൂരിപ്പിക്കുക. ആ ഒരു ഫ്രേസൽ വെർബൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഫോം ഒക്കെ നമ്മൾ fill up ചെയ്യുക എന്ന് പറയുന്നത്, പൂരിപ്പിക്കുക. ഒരു കുടത്തിൽ വെള്ളം നമ്മൾ നിറയ്ക്കുക ആണെങ്കിൽ എന്താണ്? fill in. അതേസമയം നമ്മുടെ ലൈഫ് ഫുൾ ഓഫ് പ്രോബ്ലംസ് എന്ന് പറയത്തില്ലേ, അപ്പൊ ഫിൽഡ് വിത്ത് പ്രോബ്ലംസ് ആണ് പറയേണ്ടത്. അതായത് നിറയുക ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഫിൽഡ് വിത്ത് പ്രോബ്ലംസ്. ഇനി ഒരു സംഭവം നമ്മൾ നിറയ്ക്കുക, കുടം നിറയ്ക്കുക, കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അങ്ങനെ പറയത്തില്ലേ, അപ്പൊ അത് ഫില്ലിൻ. ഇനി ഒരു കാര്യം നമ്മൾ പൂരിപ്പിക്കുക, ഫില്ലപ്പ്. ദ ബേബി ഡാഷ് അക്രോസ് ദ റൂം. ഇതാണ് ടോഡിൽഡ്. ടോഡിൽഡ് മീൻസ് പിച്ച വെച്ച് നടക്കുന്നതിനാണ് ടോഡിൽഡ് എന്ന് പറഞ്ഞത്. പിച്ച വെച്ച് നടക്കുക. പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ സഞ്ചരിക്കുക. പേസ് മീൻസ് വേഗത്തിൽ സഞ്ചരിക്കുക. സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞാൽ ഭയന്നോടുക. മാർച്ച്ഡ് എന്താണ്? ചിട്ടയായി നീങ്ങുന്നതിനെയാണ്. മാർച്ച്ഡ് മീൻസ് ചിട്ടയായി നീങ്ങുക. ദ ബേബി ടോഡിൽഡ് പിച്ച വെച്ച് നടക്കുക. പേസ്ഡ് വേഗത്തിൽ. സ്റ്റാമ്പേഡ് മീൻസ് ഭയന്നോടുക. എൻകോർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എൻകോർ എഗെയിൻ എന്നാണ്. എൻകോർ മീൻസ് എഗെയിൻ. എൻകോർ മീൻസ് എഗെയിൻ എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും കോഴ്സസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, 8078962109. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.